ഹായ്, ഞാൻ സെറിൻ ജോസഫ്. വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രാഗൺ ചെടിയുടെ തോട്ടത്തിൽ വന്നേക്കുവാണ് കേട്ടോ. അപ്പം ഡ്രാഗൻ്റെ കാര്യങ്ങളൊക്കെ എവിടെ വരെയെന്ന് അറിയാൻ വേണ്ടിയേ. അപ്പം നമ്മൾ അന്ന് വന്നപ്പോൾ ആദ്യത്തെ ദിവസം വന്നപ്പോൾ കുറേ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് കിട്ടിയ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ കട്ട് ചെയ്യുകയും ചെയ്ത് അതിനകത്തെ ടേസ്റ്റും കാര്യങ്ങൾ നമ്മൾ അറിയുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഡ്രാഗൺ തോട്ടം. കാണാത്തവർ കാണുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇപ്പോൾ രണ്ടാമത് നമുക്ക് പുതിയതായിട്ട് പൂവുണ്ടായി നിൽപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ മുട്ടിട്ട് നിൽപ്പുണ്ട്. ഇത് മദർ പ്ലാന്റിൽ മുട്ടിട്ട് നിൽപ്പുണ്ട്. അതെല്ലാം പിടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ ഈ മഴയുടെ സീസണൊക്കെ ഒന്ന് കഴിയട്ടെ. അപ്പോൾ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോൾ ഇത് തൊട്ട് ഇസഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം. ഇതൊരു പൂവാണ്, ഇതൊക്കെ പിടിക്കുന്നതാണ്. ഇത്തവണ 6 മാസവും 7, 8, 9 മാസത്തിനിടയ്ക്കാണ് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ ചെടികൾ നിൽക്കുന്നത്. അപ്പം ഇത്രയ്ക്ക് നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട്. ഇതോടെ മദർ പ്ലാന്റിൽ ഒരു വന്ന് നിൽക്കുന്നുണ്ടോ. നമ്മൾ നട്ട അതേൽ വരെ എനിക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള നല്ല ജൈവമായിട്ടുള്ള വളങ്ങളാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഇത് കായുണ്ട്. ഇപ്പോൾ അടുത്ത സീസണാകുമ്പോൾ എനിക്ക് ഉറപ്പാണ് അടുത്ത വർഷം ഈ സമയത്ത് നല്ലപോലെ കാകളുണ്ടാവും. അപ്പോൾ നമ്മൾ അടുത്തുള്ള എല്ലാവർക്കും ഞാൻ വിളിച്ച് കൊടുക്കും, അത് ഉറപ്പായിട്ട് ഞാൻ കൊടുക്കും. അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കട്ടെ. ഇതുണ്ട്, ഇത് അടിപൊളിയല്ല. ഇത് പഴുത്ത് നിൽക്കുകയാണ്, നമ്മളിപ്പോൾ പറിക്കത്തില്ല. കാരണം ഇത് ഇപ്പോൾ പറിച്ച് കഴിഞ്ഞാൽ ഒരു പുളിപ്പ് വരും. ഈ ഒരു രീതിയിലാണ് കടക്കാർ പറിച്ച് കൊടുക്കുന്നത്. അപ്പം നമുക്കൊരു പുളിപ്പാണ് കടയിൽ നിന്ന് അനുഭവപ്പെടുന്നത്, മധുരം കിട്ടത്തില്ല. അപ്പം നമ്മളത് നല്ലപോലെ എന്താ പറയുക, പഴുക്കുന്ന ഒരു സമയത്ത് ആ രീതിയിൽ പറിക്കത്തുള്ളൂ. ഇതുണ്ടോ, ഇവിടെയൊക്കെ എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട് ആവശ്യത്തിന് കേട്ടോ. അപ്പം നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിലും ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം അടുത്ത സീസണിൽ നമുക്ക് എല്ലാവർക്കും ഫ്രൂട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും. ബൈ ബൈ.